ലോക ജനസംഖ്യാ ദിനം കടന്നു പോകുമ്പോൾ നാം പലപ്പോഴും ചർച്ച ചെയ്യുന്നത് മതജാതി അടിസ്ഥാനത്തിലുള്ള ജനസംഖ്യാ വേർതിരിവിനെ കുറിച്ചാണ്. എന്നാൽ മറന്നുപോകുന്ന ഒന്നിനെ ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തവണ ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെക്കുന്ന പ്രമേയം. യുവജനങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുക എന്നതാണ് ഇത്തവണത്തെ വിഷയം. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ യുവാക്കൾ എവിടെയാണുള്ളതെന്ന് അന്വേഷിക്കണം. ഇന്ത്യയിൽ നിന്ന് യുവാക്കൾ വിദേശത്തേക്ക് കുടിയേറുന്ന പ്രവണത വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിനെ പലപ്പോഴും ബ്രെയിൻ ഡ്രെയിൻ അഥവാ പ്രതിഭാപാലായനം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ ലോകമാകെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിക്ക് ഇക്കാര്യം നന്നായി അറിയാം. കാരണം എവിടെ ചെന്നാലും ഇന്ത്യൻ യുവാക്കളെ കണ്ടുമുട്ടാം. ഏറെപ്പേരും ജന്മനാടിനെ വെറുത്ത് മറുരാജ്യം തേടുന്നവരാണ്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഓരോ വർഷവും ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് പൗരത്വം ഉപേക്ഷിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും 25-നും 40-നും ഇടയിൽ പ്രായമുള്ള ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ്. ഒട്ടുമിക്ക രാജ്യങ്ങളിലും കുടിയേറ്റ വിരുദ്ധ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഈ പലായനം എന്ന് മറക്കരുത്. വിദേശത്ത് സ്ഥിരതാമസമാക്കുന്ന പല യുവാക്കൾക്കും ആഗോളതലത്തിൽ സ്വീകാര്യതയുള്ള പാസ്പോർട്ട് സ്വന്തമാക്കുക എന്നതാണ് പ്രഥമ ലക്ഷ്യം. വിസ നിയന്ത്രണങ്ങളില്ലാതെ ലോകമെമ്പാടും യാത്ര ചെയ്യാനും ജോലി ചെയ്യാനും പൗരത്വം സഹായിക്കുന്നു. ഇത് ഇന്ത്യ ഗവൺമെന്റ് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. യുവാക്കൾ ഇന്ത്യ വിടുന്നതിന്റെ കാരണങ്ങൾ ലളിതമാണ്. ഏറ്റവും പ്രധാന കാരണം ഈ നാട് ജീവിക്കാൻ കൊള്ളാതാക്കിയ ഭരണകൂടങ്ങൾ തന്നെയാണ്. തൊഴിലവസരങ്ങളുടെ അഭാവവും സാമ്പത്തിക അരക്ഷിതാവസ്ഥയും വെല്ലുവിളിയായി മുൻപിൽ നിൽക്കുന്നു. പരമ്പരാഗത വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ പോരായ്മ യുവത്വം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇന്ത്യൻ കോർപ്പറേറ്റ് മേഖലയിലെ ഉയർന്ന ജോലിഭാരവും സമയക്കുറവും യുവാക്കളെ മടുപ്പിക്കുകയാണ്. ഇന്ത്യയിലെ യാഥാസ്ഥികമായ സാമൂഹിക ഘടനയിൽ നിന്ന് മാറി സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള ആഗ്രഹം പലരെയും നാടുവിടാൻ പ്രേരിപ്പിക്കുകയാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളും വർദ്ധിച്ചു വരുന്ന മത്സരവും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. സ്വന്തം കുടുംബത്തിന് മികച്ചൊരു ഭാവി ഉറപ്പാക്കാൻ വിദേശ രാജ്യങ്ങൾ കൂടുതൽ സുരക്ഷിതമാണെന്ന് യുവാക്കൾ തിരിച്ചറിയുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ലോകത്തെ ഭയപ്പെടുത്തിയത് ആളുകൾ പെരുകുന്നു എന്നതായിരുന്നു. എന്നാൽ ഇന്നത് മാറി. ചെറുപ്പക്കാർക്ക് കുടുംബം കെട്ടിപ്പടുക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അതിനുള്ള സാമ്പത്തിക കെൽപ്പ് ഇല്ലാത്തതാണ് പ്രശ്നം. കുട്ടികളെ വളർത്താനുള്ള അമിത ചെലവ്, ഇന്നത്തെ ജോലി നാളെയുണ്ടാകുമോ എന്ന ഭയം, വർദ്ധിച്ചു വരുന്ന വീട്ടുവാടകയും വിലയും, ഇതെല്ലാം കാരണം വിവാഹങ്ങൾ നീണ്ടുപോകുന്നു. കുട്ടികൾ ഉണ്ടാകുന്നത് ഒഴിവാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ വസ്തുതകൾ നിലനിൽക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ക്ഷേത്രക്കൊള്ള, ചരിത്ര പ്രാധാന്യമുള്ള നഗരങ്ങളുടെ പേരുമാറ്റൽ, വികലമായ ചരിത്രം പാഠപുസ്തകത്തിൽ തിരുകിക്കയറ്റൽ, അപരമത വിദ്വേഷത്തിന്റെ മറവിൽ ആരാധനാലയങ്ങൾ പൊളിച്ചുമാറ്റൽ, കുത്തകൾക്ക് പരവതാനി വിരിച്ച് കർഷകരെ പെരുവഴിയിലാക്കൽ, സാങ്കേതികത്വം പറഞ്ഞ് ഇവിടെ ജനിച്ചു വളർന്ന മനുഷ്യർക്ക് പൗരത്വമില്ലാതാക്കുക എന്നിവയാണ്. അപ്പോൾ ചെറുപ്പക്കാർ നാട് വിട്ടു പോയില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. ഈ വേളയിൽ രാജ്യത്തിന്റെ യഥാർത്ഥ സമ്പത്ത് അവിടുത്തെ യുവാക്കളാണെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ ഓർത്തുപോവുക സ്വാഭാവികം.